Assalamualaikum. Welcome back to my channel Mymoonz kitchen. അപ്പം ഇന്ന് ഞാനൊരു സിമ്പിൾ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സ്നാക്ക് തന്നെയാണ്, ചായക്കടി തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഇതിങ്ങനെ എടുത്ത് കുറിച്ചുകൊണ്ടിരിക്കുക, ചൂടോട് കൂടിയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പക്കവടയാണ്. അപ്പം പക്കവട ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അറിയാം, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പക്വട ഞാനിപ്പം പരിപ്പ് അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് കടലപ്പരിപ്പ് ഒരു 3-4 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ മിക്സിയിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് അരക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ ലൂസായിട്ട്, പരിപ്പ് വട നല്ല ടൈറ്റായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുക. ഇതങ്ങനെയല്ല, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. അങ്ങനെ ഞാനിപ്പം പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നൈസായിട്ട് തന്നെ, പരിപ്പ് വടയിൽ അത്ര നൈസായിട്ട് അരയൂല, ഇത് കുറച്ച് നൈസായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേ മിക്സിയുടെ ജാറിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അരച്ചെടുക്കണം. ഒരു 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി എന്നിവയും കൂടെ അരച്ചെടുക്കാം. മുളകൊക്കെ അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും ഒന്ന് ചതച്ചിട്ടിടുന്നതായിരിക്കും കൂടുതലും നല്ലത്, ഒന്ന് ക്രഷ് ചെയ്തിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വലിയൊരു ഉള്ളി നന്നായി ചോപ്പ് ചെയ്തിട്ട് ഏറ്റവും നുറുക്കി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെന്താ പറയുക, ഉള്ളിവട പോലെയല്ല, ഉള്ളീൻ്റെ അളവ് ഈ ഒരു പക്വടയിൽ കുറച്ച് കുറവായിരിക്കും. മാവാണ് കുറച്ച് കൂടുതലുണ്ടാവുക, പരിപ്പാണ്. കടലപ്പരിപ്പ് അല്ലെങ്കിൽ കടലമാവ് എടുത്താലും മതി. ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് പകരം ആ മാവിലിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പം ഞാനിപ്പം പരിപ്പാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ടും ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഉലുവ ഇല ഉണ്ട്, അതൊരു 2-3 ഇലകൾ എടുത്തിട്ട് അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും, അത് രണ്ടും ഓപ്ഷണലാണ്, ഇവിടെ ഉള്ളത് എടുത്തിട്ടു എന്നേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്തിട്ട് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വരെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ഈ ഒരു പക്വടയിൽ കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, ഉള്ളി കൂടുതൽ ചേർക്കൂല, ഉള്ളി കുറച്ചേ ചേർക്കും, അതും വളരെ നുറുക്കിയിട്ടാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഉള്ളിവടയിലെ പോലെ നീളത്തിലല്ല, ഉള്ളിവടയിൽ നീളത്തിൽ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക ചെയ്യുക. അങ്ങനെ ഇപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പിടിയോളം എന്താ പറയുക, ഒരു കൈപ്പിടിയിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പകുതിയോളം ഉള്ളി കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ഇതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പം സാധാ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നത് കൂടുതലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ എന്താ ചെയ്യുക, ഓയിൽ കുറച്ച് ചൂടായാൽ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ കറിവേപ്പില നമ്മുടെ ഈ ഒരു മാവിലിട്ട് മിക്സാക്കി എടുക്കണം. ഈ മാവിലിങ്ങനെ പൊരിച്ച കറിവേപ്പില ഇട്ട് മിക്സാക്കുമ്പം നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാവ് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് നുള്ളി നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിൽ അങ്ങ് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പത വരും. എന്താ പറയുക, ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെയല്ല ശരിക്കും പറഞ്ഞാൽ പക്വട ഉണ്ടാക്കാൻ. ഇതേപോലെ നുള്ളി നുള്ളി കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുക. ഉള്ളിവട നമ്മൾ കുറച്ചധികം ഉള്ളിയും കുറച്ച് മാവുമാണ്. പക്വടയിൽ മാവ് കൂടുതലും ഉള്ളി കുറവുമാണ്. ഉള്ളി ജസ്റ്റ് ഒരു ടേസ്റ്റിനും കടിക്കാനും കുറച്ച് മാത്രമേ കിട്ടണ്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഞാനിപ്പം കുറച്ചങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എന്താ പറയുക, ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ തന്നെ എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കിലുകില സൗണ്ടും വരും. അപ്പം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ ഇതിപ്പം കണ്ടോ, അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം.
എല്ലാം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പിംഗ് സോസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് പുളിവെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും, ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് അതാണ് ഇതിനൊരു ഡിപ്പിംഗ് സോസ് ആയിട്ട് നമ്മളിവിടെ എടുക്കാറ്. അടിപൊളിയാണ്, നല്ല പുളിപ്പും എരിവും ഒക്കെ ആകുമ്പോൾ ഈ ഒരു പക്വാടൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ടാമറിൻഡ് സോസ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇങ്ങനെ നല്ല ചൂട് ചായൻ്റെ കൂടെ അങ്ങ് കഴിക്കാം. അപ്പോൾ ഇവിടെ കോഫി ഉണ്ട്, നല്ല പാൽ ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്, ഏതിൻ്റെ കൂടെയും അടിപൊളിയാണ്. പരിപ്പ് അരച്ചിട്ടല്ലാണ്ട് കടലമാവ് മാത്രം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആ ഒരു പരിപ്പിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.